ടെക്നോളജി രണ്ട് തരമുണ്ട്. ഒന്ന് നമുക്ക് ഉപയോഗമുള്ള ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ മനുഷ്യരാശിനെ തന്നെ നശിപ്പിക്കുന്ന ടെക്നോളജി ഉണ്ട്. ഞെട്ടണ്ട, മനുഷ്യരാശിനെ തന്നെ നശിപ്പിക്കുന്ന ടെക്നോളജി. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേട്ടിട്ട് പോയാൽ മതി. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തു നിന്നുള്ള സിഗ്നൽസ് വേറൊരു മെഷീനിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് അയച്ചിട്ട് അതിനെ പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ ഒരു മാറ്റം കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് വെള്ളം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു മെഷീൻ വെള്ളം കൊണ്ടുവന്ന് തരുന്ന തരത്തിലേക്ക് മാറ്റാനുള്ളതാണ് ഈ ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത് ഉപയോഗമുള്ളതല്ലേ പറഞ്ഞതെന്ന്? ഉപയോഗമുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് പ്രാന്ത് കയറി ഒരുത്ത വന്ന് വണ്ടി കൊണ്ടൊന്ന് ഇടിക്കാൻ വന്നു, നമ്മളങ്ങ് പ്രാന്ത് കയറി ദേഷ്യം വന്നു, ആ സിഗ്നലാണ് മെഷീനിലേക്ക് കൊണ്ടു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മെഷീൻ പ്രവർത്തിക്കുന്നതും ആ ലെവലിലായിരിക്കും. ഒരിക്കലും നമ്മുടെ ബ്രെയിൻ സിഗ്നൽസിനെ ഒരു മെഷീനിലേക്ക് റിലേ ചെയ്ത് ആ മെഷീനെ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. മസ്ക് അണ്ണനും ടെസ്ല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് അവരുടെ സെൽഫ് ഡ്രൈവിംഗ് കാറാണ്. അതായത് ഡ്രൈവർ ഇല്ലാതെ സ്വന്തമായിട്ട് ഓടിച്ച് പൊക്കോളും. എന്നാൽ ഈ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ നമ്മുടെ മനുഷ്യനെ തന്നെ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, പിന്നെ ആ ടെസ്ല ഓടിയിട്ട് ആരും ചത്തൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ അതല്ല കാര്യം. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറുകൾക്ക് ഒരിക്കലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറകിലൊരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിക്കൊടുക്കണം, എമർജൻസി ആയിട്ട് നല്ലൊരു ഓപ്ഷൻ കണ്ടുപിടിക്കണം എന്നുള്ള തരത്തിലേക്ക് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ മാറിയിട്ടില്ല. പഠനങ്ങൾ പറയുന്നത് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ആയിക്കഴിഞ്ഞാൽ 70% ട്രാഫിക് ജാം കൂടുമെന്നാണ്. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് മനുഷ്യന് വലിയ ഉപയോഗം എന്നുള്ളതല്ല. അത് 3D പ്രിന്റിംഗ് ടെക്നോളജി നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. 3D പ്രിന്റർ വെച്ചിട്ട് വീട് വരെ കെട്ടി എന്നുള്ളത് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. കേൾക്കുന്ന സമയത്ത് വാവ്, വീടൊക്കെ കെട്ടി, ഇനി നമുക്ക് വേണമെങ്കിൽ മാളിക തന്നെ പണിയാം എന്നുള്ള തരത്തിലാവും. എന്നാൽ ഈ 3D പ്രിന്റർ മനുഷ്യനെ കൊല്ലുന്ന തരത്തിലേക്ക് മാറാനുള്ള ഒരു സാധനമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 3D പ്രിന്റർ 3D പ്രിന്റ് ചെയ്യാനായിട്ട് ഈ പ്ലാസ്റ്റിക് ഉരുക്കി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 20 ബില്യൺ പ്ലാസ്റ്റിക് അൾട്രാ ഫൈൻ പാർട്ടിക്കിൾ ആണ് പുറത്തേക്ക് വിടുന്നത്. ഇത് നമ്മൾ ശ്വസിച്ചാലും ശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ ലങ്സിന്റെ അകത്തും ബ്ലഡ് സ്ട്രീമിന്റെ അകത്തേക്ക് കയറിപ്പോവും. നിങ്ങൾക്ക് ക്യാൻസർ തുടങ്ങി അങ്ങറ്റം ഇങ്ങറ്റം ആസ്മ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ വന്ന് നിങ്ങൾ ഡെഡ് ആകും. ഫേസ് റെക്കഗ്നിഷൻ അടിപൊളി തന്നെയാണ്. ഫേസ് കാണിച്ചാൽ മതി, ദൈവമേ ഫോണൊക്കെ തുറന്നു വരുന്നു, കിട്ടു. പക്ഷെ നിങ്ങൾ ചെയ്യാത്തൊരു കുറ്റത്തിനകത്തായാലോ? ഈ ഫേസ് റെക്കഗ്നിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിന്റെ മൊത്തം ഡേറ്റ അല്ലെങ്കിൽ മൊത്തത്തിൽ അനലൈസ് ചെയ്ത് സ്കാൻ ചെയ്താണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ഡേറ്റ വെച്ചിട്ട് നമ്മളെ പോലത്തെ സിമിലർ ആയിട്ടുള്ള ഫേസ് ഉണ്ടാക്കാനായിട്ട് ആർക്കും പറ്റും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. ഓക്കെ, ശരി. എന്നാൽ സ്മാർട്ട് ഡസ്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടേതാ വളരെ 1 മില്ലിമീറ്ററൊക്കെ ലെങ്ത് ഉള്ള സൂപ്പർ മൈക്രോ സെൻസേഴ്സ് റോബോട്ടൊക്കെയാണ്. ഈ സാധനത്തിന് ഉപയോഗിച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ, മൂവ്മെന്റ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ സൗണ്ട്, ഇതേപോലുള്ള ഡേറ്റകൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും പലയിടത്ത് നിന്നും. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ മുടിക്കാത്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ, ഒരു സ്മാർട്ട് ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു, നിങ്ങൾ എവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു, എന്താണ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ, ഏത് സ്ഥലത്താണുള്ളത്, എല്ലാം റിയൽ ടൈമായിട്ട് അറിയാൻ പറ്റും. ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനൊക്കെ പല കമ്പനികളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു എത്തിക്കൽ വേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഈ സാധനം നമ്മൾ അറിയത്ത് പോലുമില്ല. നമ്മളെ പുറകെ വന്ന് ഒരുത്തിനെ വേണമെങ്കിൽ തട്ടിക്കൊണ്ടുപോയി പീസായിട്ട് കൊണ്ടുവന്ന് കൊന്നിടാം. പേടിച്ചല്ലോ അല്ലേ? ഡ്രോൺ സ്വാംസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണില്ല, ഞാനും ആദ്യമായിട്ടൊക്കെയാണ് കേട്ടത് ഇതിന് റിസർച്ച് ചെയ്തപ്പം. പറഞ്ഞുതരാം. നിങ്ങളൊരു തേനീച്ച കൂട്ടിപ്പോയി കൈയിട്ടിളക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? തേനീച്ച ഒന്ന് കൊത്തി ഊപ്പാട് വരുത്തും അല്ലേ? ഇത് തന്നെയാണ് അവസ്ഥ. ഡ്രോണുകൾ, അതായത് 1000-2000 ഡ്രോണുകൾ ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പിക്ചേഴ്സ് എടുക്കാനും അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അനലൈസ് ചെയ്യാനും എന്തെങ്കിലും ബോംബിടാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പരിപാടിനെയാണ് ഈ ഡ്രോൺ സ്വാംസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു ഡ്രോണോ 2 ഡ്രോണോ ഒന്നും അല്ല, 200, 300, 400 ഡ്രോണുകളെ ഒരൊറ്റ കമ്പ്യൂട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ അഴിച്ചുവിടും. ഇത് വന്നിട്ട് തോന്നിയ ദിവസം കാണിച്ചിട്ടൊക്കെ പോകും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേപോലുള്ള ഒരു 100 ഡ്രോൺ വരുന്നു. 100 ഡ്രോണിൻ്റെ താഴെയും ഓരോ ചെറിയ മിസൈൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി വന്ന് താഴെ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ചായ കുടിക്കാൻ പോകുന്നതിന്റെ തലയിൽ വന്ന് മിസൈൽ വീണ് ചാവും. പേടിച്ചല്ലോ അല്ലേ? ഫേസ്ബുക്കിലെ ഇൻസ്റ്റഗ്രാമിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിൽറ്ററുകളുണ്ട് നമ്മളെ വെളുപ്പിക്കുന്ന. ഏത്? ബ്രിട്ടീഷ് ടച്ച് അതല്ല, നമ്മുടെ മറ്റേ ഒരു അണ്ണ അകത്തായല്ലോ. അപ്പോൾ അതേപോലുള്ള ഫിൽറ്ററുകളുണ്ട്. ഈ ഫിൽറ്ററൊക്കെ മനുഷ്യരാശിയെ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഫിൽറ്ററാ?
അത് തന്നെ ഫിൽറ്ററിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഡീപ് ഫേക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നിങ്ങളുടെ ഫേസിന്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരിപാടി. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോഹൻലാലിന്റെ ഫേസ് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മോഹൻലാൽ അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത സാധനത്തിന് വരെ മോഹൻലാൽ ചിലപ്പോൾ അകത്ത് പോയേക്കാം. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഹ്യൂമാനിറ്റീനെ അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ടെക്നോളജികൾ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസൊക്കെ ഇപ്പോൾ എഴുതുന്നത് AI ആണ്. ഫേക്ക് AI ന്യൂസ് ബോട്ടുകളുണ്ട്. അതായത് ഗ്രോവർ എന്ന് പറഞ്ഞിട്ടൊരു AI ഉണ്ട്. ഈ AIയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ എഴുതുന്നേക്കാളും വെടിക്കെട്ടായിട്ട് കള്ള ന്യൂസ് എഴുതും. അതായത് വിഷയമായിട്ട് കള്ള ന്യൂസ് എഴുതും. നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് വിശ്വസിച്ച് പോകും. ആ രീതിയിൽ എഴുതാൻ കേപ്പബിലിറ്റി ഉള്ള AIകൾ ഇഷ്ടം പോലെ ഉണ്ട്. AI ബോട്ടുകളുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പൺ AI എന്ന് പറയുന്നത്. നമ്മുടെ മസ്കണ്ണനാണ് അതിനെ ബാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മസ്കണ്ണൻ്റെ ഓപ്പൺ AIയും ഇതേപോലത്തെ കുറച്ച് ഫേക്ക് ന്യൂസുകളും അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് സാധനങ്ങൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതിലൊരു കാര്യമാണ് ഡാലി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, അതായത് മസ്കണ്ണൻ ചായ കുടിക്കുന്നു കേരളത്തിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീക്രിയേറ്റ് ചെയ്ത് തരും. ഇതേപോലുള്ള പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾ ആദ്യം എക്സ്പെക്ട് ചെയ്ത കാര്യമായിരിക്കും AIനെ നമ്മൾ അവസാനം കൊണ്ടുവന്ന് വെച്ചതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇതിനകത്ത് ക്രിമിനടി തുടങ്ങാൻ പോകുന്നത് ഇവനാണ്. ഈ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ മച്ചാനാണ്. ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വളരെ സിമ്പിളാണ്, വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിലും നമ്മുടെ എയർവേ സിസ്റ്റത്തിലും ഒക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ തന്നെ AI ക്യാമറകൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലും പൊക്കാനൊക്കെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. പക്ഷേ AIയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്വന്തമായിട്ട് റീപ്രോഗ്രാം ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ട് പഠിക്കാനുമുള്ള കേപ്പബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ പല AIക്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളല്ലേ, നമ്മുടെ സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ നമുക്ക് അഡ്വർടൈസ്മെൻറ്റും എല്ലാം കൊണ്ടുതരുന്നത്. അങ്ങനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ AI കാണുകയാണ് ഒരാളെ തല്ലിക്കൊല്ലുന്നു, അപ്പോൾ AI മനസ്സിലാക്കും അങ്ങനെയാണ് ഹ്യൂമൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ളതെന്ന്. റീപ്രോഗ്രാം ചെയ്യും. നാളെ AIയിൽ വർക്കാവുന്ന റോബോട്ട് എല്ലാം കൂടി ഇറങ്ങി വന്നിട്ട് വിളവാര നിങ്ങൾ ഓട്ടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കോ? ഇതാണ് സംഭവം. അപ്പോൾ ഇത് എത്രയും കേട്ടിട്ട് നിങ്ങളുടെ തല പുണ്ണായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എന്നെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഫോണൊക്കെ ചോർത്തണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ ഇവിടെ ഇട്ടിട്ടുണ്ട്, പോയി ചോർത്തിയിട്ട് വാ. അടി വാങ്ങരുത്, എൻ്റെ പേരും പറയും. അപ്പോൾ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.